Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Good ma'am. afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Miss, good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? Okay, Miss. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നു അല്ലേ? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരെ എടുത്തായിരുന്നോ? Quality improvement വരും. ഓക്കെ ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ? വായിച്ചു നോക്കിയോ? ഞാൻ ചാപ്റ്റർ എടുത്തതിന് ശേഷം വായിച്ചു നോക്കിയായിരുന്നോ പിന്നീട്? ഓക്കെ, കുഴപ്പമില്ല അല്ലേ? ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമേ കുറച്ച് ടഫ് ആയിട്ട് തോന്നുള്ളൂ, പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ പേജ് മറിക്കും തോറും ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാൻ വൈകാതെ തന്നെ. ഓക്കെ, അപ്പോ ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM is a system of management centered on the principle that every member of staff should be committed to keeping high standards of work in every aspect of hospital's operations. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫുകളും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് അവിടെയുള്ള സ്റ്റാഫുകള് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആശുപത്രിയിലെ ഓരോ പ്രവർത്തനങ്ങളിലും ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പൊ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒന്നെന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാ ജീവനക്കാരും എല്ലാ സ്റ്റാഫുകളും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് വൺ, ആശുപത്രിയിലെ ഓരോ പ്രവർത്തനത്തിലും ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായോ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്? ഓക്കെ, then നാലാമത്തെ പോയിന്റ്, ടോട്ടൽ ക്വാളിറ്റി കെയർ ഈസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ constantly enhancing service to meet or exceed the needs and hopes of the customer. ഇനി എന്താണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് ഏറ്റവും നല്ല കെയർ നൽകാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് അവിടെയുള്ള സർവീസുകൾ മെച്ചപ്പെടുത്തുക. അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്, അതായത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിൽ അപ്ഡേഷൻ വരുത്തി പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പേഷ്യന്റിന് മികച്ച ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോട്ടൽ ക്വാളിറ്റി കെയറിലൂടെ പേഷ്യന്റിന്റെ നീഡ്സ്, ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷ, ഹോപ്പും നിറവേറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ക്വാളിറ്റി കെയർ എന്താണ്? പേഷ്യന്റ് വന്നു കഴിഞ്ഞാല്
എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കുറേയധികം ഇംപ്രൂവ്മെന്റ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളും നിറവേറ്റപ്പെടുന്നതിനെ ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയാം. Then fifth point, quality control. Quality control QC is a procedure or set of procedure that intends to make sure that the medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. Quality control എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത ക്വാളിറ്റി ക്രൈറ്റീരിയ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഹോസ്പിറ്റലുകളിലുടനീളം കൊടുക്കുന്ന സർവീസുകൾ അത് നിശ്ചിതമായിട്ട് ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം പൊതുവെ പാലിക്കുന്നുണ്ടെങ്കിൽ ആ പാലിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ സ്ഥാപനത്തിലും കാണാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ഇപ്പൊ ഒരു ഫുഡ് കൊടുക്കുന്ന കടയാണെങ്കിൽ പോലും അവിടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഏതൊരു വർക്കിംഗ് സ്ഥാപനമാണെങ്കിലും ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ആൾക്കാർ വരാറില്ലേ? അപ്പൊ എന്താ അവര് നോക്കുന്നേ? അതായത് അവര് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നേ, ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ക്രൈറ്റീരിയ, അതിനെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next one, ISO 9000 defines quality control as a part of quality management focused on fulfilling quality requirements. അതായത് ISO എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ISO? ISO ഫുൾ ഫോം എന്ന് പറയാമോ? ഫുൾ ഫോം എന്താ ISO? ISO ഫുൾ ഫോം പ്ലീസ് കമന്റ് ചെയ്യുമെന്ന് അറിയാമെങ്കിൽ. ISO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ് കേട്ടോ. ISO മീൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ഓക്കെ, ഇതിന്റെ ഡ്യൂട്ടി എന്താ? അതായത് ഇത് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളുടെ, അതായത് സ്റ്റാൻഡേർഡ് സ്ഥാപനങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഓക്കെ, ISO എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഏജൻസിയാണ്. സോ അതിന്റെ ഫുൾ ഫോം വരുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. അതായത് ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമായിട്ട് നിരവധി ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ISO ആണ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, ISO എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ISOയുടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. അതായത് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫുൾ ഫോം ഒക്കെ എഴുതിയെടുത്തല്ലോ. അറിയാത്തവര് അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? The next one എന്ന് പറയുന്നത് hospital quality management refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards so that the hospital functions in a desirable condition. Okay, എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്വാളിറ്റി ഉറപ്പാക്കുന്ന രീതിയിൽ നിയന്ത്രിക്കുന്നത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഭാഗത്തിന്, ഒരു ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക്
എല്ലാ ഹോസ്പിറ്റലിലും കാണാനായിട്ട് സാധിക്കും. വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഇതിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. ഇവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്വാളിറ്റി ഉറപ്പാക്കുന്ന രീതിയിൽ നിയന്ത്രിക്കുന്നത് ഈ ഒരു സ്ഥാപനമാണ്, അല്ലെ സോറി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ക്രൈറ്റീരിയ ഉപയോഗിച്ച് ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതും ഈ ഒരു വിഭാഗമാണ്. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ള ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിധത്തിലുള്ള ക്രൈറ്റീരിയകൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത് ചെക്ക് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു വിഭാഗമാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്, അതിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാഫ് ആണ് ആര്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി വിവരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. The quality manager in hospital must support the quality assurance program cell at the hospital and be responsible for working out and establishing quality procedures, standards and specifications in hospital. She must pursue the quality improvement in all the process and procedures of the hospitals and share reports. ഈ ക്വാളിറ്റി മാനേജർ, ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്ന വ്യക്തി ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തുണ്ടാകും? ക്വാളിറ്റി ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ടാവും, ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ക്രൈറ്റീരിയ, സ്പെസിഫിക്കേഷൻ എന്നിവ രൂപപ്പെടുത്തുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്താ ചെയ്യുന്നേ? അതായത് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്രൈറ്റീരിയ, അതായത് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സാക്ട് ഡീറ്റെയിൽസ് ആണ്. അതായത് ഒരു ഹോസ്പിറ്റൽ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് അത് തുടർന്ന് പോകേണ്ടത് എന്നിങ്ങനെയുള്ള സകലമായ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എക്സാക്ട് ഡീറ്റെയിൽസ് ആണ് സ്പെസിഫിക്കേഷന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ ക്രൈറ്റീരിയ, സ്പെസിഫിക്കേഷൻ എന്നിവ രൂപപ്പെടുത്തുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ക്വാളിറ്റി മാനേജറുടെ അടുത്തൊരു ഡ്യൂട്ടിയാണെന്ത്? ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ക്രൈറ്റീരിയ, സ്പെസിഫിക്കേഷൻ എന്നിവ രൂപപ്പെടുത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉറപ്പാക്കുന്നതും ക്വാളിറ്റി മാനേജറാണ്. അതായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അപ്പോ അവിടെ ആ ഒരു പ്രോസസ്സിൽ എല്ലാ തരത്തിലും ക്വാളിറ്റി ഉറപ്പാക്കേണ്ടതും ആരാണ്? ഈ ഒരു ക്വാളിറ്റി മാനേജർ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി പ്രോസസ്സിനെ കുറിച്ച് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഷെയർ ചെയ്യേണ്ടതും ആരാണ്? ഈ ഒരു ക്വാളിറ്റി മാനേജറാണ്. അപ്പൊ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റിപ്പോർട്ടുകൾ റെഡിയാക്കേണ്ടതും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയായിട്ടാണ് വരുന്നത്. ഓക്കെ ആണോ? സംശയമൊന്നുമില്ലല്ലോ? ഫസ്റ്റ് പേജ് ഇപ്പൊ റീഡ് ചെയ്തേല്. ഓക്കെ, തീർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് കേട്ടോ. Okay, key job responsibilities. First one, ensuring good quality non-clinical services such as infection prevention,
സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. എന്താണ് നോൺ ക്ലിനിക്കൽ സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോൺ ക്ലിനിക്കൽ സർവീസ് ആശുപത്രിയുടെ നോൺ ക്ലിനിക്കൽ സർവീസ് അറിയാമോ? ഇല്ല അല്ലെ, പഠിച്ചിട്ടില്ല. നോൺ ക്ലിനിക്കൽ സർവീസ് എന്ന് പറഞ്ഞാല് രോഗിക്ക് നേരിട്ട് ചികിത്സയില്ലാതെ ആശുപത്രിയുടെ പ്രവർത്തനം, അതായത് രോഗിക്ക് പേഷ്യന്റിന് നേരിട്ടുള്ള ചികിത്സ നൽകാതെ എന്നാൽ പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരെ വളരെ സുഗമമായിട്ട് കൈകാര്യം ചെയ്യാനും എളുപ്പത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി എന്നിവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നോൺ ക്ലിനിക്കൽ സർവീസ് പ്രവർത്തിക്കുന്നത്. നോൺ ക്ലിനിക്കൽ സർവീസിന് ഉദാഹരണങ്ങളാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അണുബാധ നിയന്ത്രണം, അതുപോലെ സെക്യൂരിറ്റി അതായത് പേഷ്യന്റ് സെക്യൂരിറ്റി, പിന്നെ ഡയറ്റ് അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഡയറ്ററി അതായത് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടില്ലേ രോഗികൾക്ക്? അപ്പൊ ഇതൊക്കെ എന്താണ്? അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതുപോലെ സെക്യൂരിറ്റി, ഡയറ്റ് ഒക്കെ എന്തിൽ പെടുന്നതാണ്? ഇതൊക്കെ നോൺ ക്ലിനിക്കൽ സർവീസ് ആണ്. അതായത് പേഷ്യന്റ് നേരിട്ട് ചികിത്സ കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് എന്താ പറയാ ഇൻഷുർ ചെയ്യുന്നു, അതായത് നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള അതായത് അണുബാധ നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, പേഷ്യന്റ് അതിനകത്ത് സെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, പേഷ്യന്റ് നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണമാണോ കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാ? അത് ഈ ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. അതായത് പേഷ്യന്റ് വരുന്ന സ്ഥലങ്ങളിൽ അതായത് അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് ക്ലീൻ ആയിരിക്കണം. ഇപ്പൊ പേഷ്യന്റ് ആദ്യം വരുന്നത് OPD-യിലേക്കായിരിക്കും. OPD ഏരിയ നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ വാർഡുകൾ ക്ലീൻ ആയിട്ട് ഉണ്ടായിരിക്കണം, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്ററുകള്, അതുപോലെ തന്നെ പേഷ്യന്റിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഇടങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടായിരിക്കണം വെക്കേണ്ടത്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ്ഡ് സർവീസും, അതായത് ചില ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം, ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പുറത്തു നിന്ന് ഭക്ഷണം കൊണ്ടുവരുമോ അല്ലെ? പേഷ്യന്റിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവരുമോ പുറത്തുനിന്ന്? ചില സംഘടനകൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കാറില്ലേ? ഇതിനകത്തൊക്കെ ക്വാളിറ്റി ഉണ്ടോ? അതൊക്കെ നന്നായിട്ട് ശുദ്ധമായിട്ട് പാചകം ചെയ്താണോ കൊണ്ടുവരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഈ ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. അപ്പോ നല്ല രീതിയിൽ OPD ഏരിയാസ്, വാർഡുകള്, ലേബർ റൂമുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, ഇതിന്റെ അതായത് നല്ല രീതിയിൽ അവിടെ ശുചിത്വമുള്ള ഹൈജീൻ ഉള്ളതായിരിക്കണം എന്നാണ്. അത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ. Then third point, periodical assessment of hospitals on quality checklist and arrays such as score for the facility. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കൽ അസസ്മെന്റ് നടത്തിയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഓരോ സ്ഥലത്ത്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഏരിയകളിലും പോയിട്ട് പ്രത്യേകം ചെക്കിങ് പരിശോധന നടത്തിയിരിക്കണം. അതുപോലെ തന്നെ സ്കോർ കൊടുക്കണം. അതായത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാം? ഈ ക്വാളിറ്റി മാനേജർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്കോർ കൊടുത്തു കഴിഞ്ഞാല് അടുത്ത പ്രാവശ്യം മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിക്കും അല്ലെ? അപ്പൊ ആ ഒരു കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡിപ്പാർട്ട്മെന്റുകളിൽ ഹോസ്പിറ്റൽ ഓവറോൾ മൊത്തം എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, അതിന് സ്കോർ കൊടുക്കണം. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഗ്യാപ്പ് അനാലിസിസ്, ഇവോൾവ് ആക്ഷൻ പ്ലാൻ ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് അനാലിസിസ് നടത്തുക എന്ന് പറയും. ഗ്യാപ്പ് അനാലിസിസ് എന്താ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് ആണ്. അതായത് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് അവര് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്? അതിന്റെ പ്രസന്റ് കണ്ടീഷൻ എന്താണ്? ക്രൈറ്റീരിയയും അതിന്റെ പ്രസന്റ് കണ്ടീഷനുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇപ്പൊ നിങ്ങളോട് ഫോർ എക്സാമ്പിൾ പറയുവാണ്, നിങ്ങളോട് ഇപ്പോ ഈ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ പഠിപ്പിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്നത് അല്ലെ. എന്നാൽ നല്ല രീതിയിൽ ഇപ്പൊ പഠിപ്പിക്കുന്നില്ല എങ്കിൽ എന്താണ് അവിടെ ഒരു ഗ്യാപ്പ് വരില്ലേ? രണ്ടു തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? അതായത് ഒരു സ്ഥാപനം പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടല്ല ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിലാണ് ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്യും. അതായത് ആ സ്ഥാപനം പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഇൻചാർജിന് കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ. Then fifth point എന്ന് പറയുന്നത് facilitate conduct of meeting connected with the quality certification. അതുപോലെ തന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലെ. സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എപ്പോഴാ? ഇപ്പൊ നിങ്ങള് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് എക്സാം എഴുതി പാസ്സായാലല്ലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ? ആണോ അല്ലയോ? അതെ അല്ലേ. അപ്പൊ ക്വാളിറ്റി നിലനിർത്തിയാൽ മാത്രമാണ് എന്ത് കിട്ടുക? സർട്ടിഫിക്കറ്റ് കിട്ടുക. ഓക്കെ, അപ്പൊ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു സ്ഥാപനത്തിന് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇനിയും അവർക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ട് ചില മീറ്റിങ്ങുകൾ, അതായത് ചില സമയത്ത് ഇടവേളകൾ എടുത്ത് ഇന്റർവെല്ലുകൾ എടുത്ത് ചില മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാന്നുള്ളതും ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് മീറ്റിങ്ങുകൾ നടത്താന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? അത് ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. അടുത്തത് ensuring that the hospital meets all regulatory complaints like BMW, waste management, blood bank, storage license, AREB regulation, radiation license. Okay. അതായത് ഹോസ്പിറ്റല് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ? നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടാണോ ഒരു ഹോസ്പിറ്റല് പ്രവർത്തിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ്? റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളാണ് കേട്ടോ. ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനോടനുബന്ധിച്ച് ധാരാളം നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ആ സ്ഥാപനത്തിന് ബാധകമാണ്. അപ്പൊ അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ഒരു ക്വാളിറ്റി മാനേജറാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് BMW എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ശരിയായിട്ടുള്ള മാലിന്യ സംസ്കരണമാണ് അവിടെ നടക്കുന്നത്. അതായത് മാലിന്യങ്ങളൊക്കെ കുന്നുകൂട്ടിയാണ് ഹോസ്പിറ്റലിൽ ഇടുന്നത്. ശരിയായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും പേപ്പറും തമ്മിൽ വേർതിരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയാണ്, അതായത് മാലിന്യം ശരിയായിട്ട് സംസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ് ലൈസൻസ്, അതായത് ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസ് ആ ഹോസ്പിറ്റലിനുണ്ടോ? ഓക്കെ, ആ ഒരു ലൈസൻസ് ആ ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ സ്റ്റോറേജ് ലൈസൻസ്, അതായത് മരുന്നുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, അതുപോലെ തന്നെ AREB ഉണ്ട്. എന്താണ് AREB? വാട്ട് ഈസ് മീൻ ബൈ AREB? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെ. റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ AREB സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതായത് ആശുപത്രിയിലെ റേഡിയേഷൻ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് നിയന്ത്രിക്കുന്ന ലൈസൻസ് ആണത് AREB ലൈസൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പ്രോപ്പർ ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണോ എന്ന് കൂടി ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, ഇപ്പൊ 6 പോയിന്റ് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 7ാമത്തെ പോയിന്റിലോട്ട് കിടക്കാം.
keep a record of non-functional equipment and timeline for its repair along with the AMC for all equipment. എന്താണ്? അതായത് പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെയും അതിന്റെ അറ്റകുറ്റപ്പണികൾ ഉള്ള സമയരേഖയും അതായത് ടൈം ലൈനും സൂക്ഷിക്കുക എന്നുള്ളത്. അതായത് ചില മെഷീൻ, അതായത് ചില ഉപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളിൽ, അത് ചിലപ്പോ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ അത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനുമുള്ള ഒരു രേഖ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നുണ്ട് AMC. AMC എന്ന് പറഞ്ഞാല് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണ് കേട്ടോ. AMC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ചില കമ്പനികളിൽ നിന്നായിരിക്കും എക്യുപ്മെന്റുകളും മെഷീനറികളും മറ്റും വാങ്ങിക്കുക. ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു കമ്പനിയുമായിട്ട് എന്തുണ്ടാവും? കോൺട്രാക്ട് ഒപ്പിടും. എന്തിനു വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് ഒപ്പിടുന്നത്? ആ ഹോസ്പിറ്റലും ആ കമ്പനിയുമായിട്ട് എന്ത് പർപ്പസാ കോൺട്രാക്ട് ഒപ്പിടുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും കോൺട്രാക്ട് ഒപ്പിടുന്നേ? അതായത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും അതായത് ഈ ഒരു എക്യുപ്മെന്റിന്റെ സമയപരിധി ഇത്രയാണ്. ഇനി ഈ വർഷം, അതായത് 5 വർഷമാണ് ഒരു എക്യുപ്മെന്റിന്റെ ടൈം ലൈൻ എങ്കിൽ 5 വർഷത്തിനുള്ളില് ആ എക്യുപ്മെന്റിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനി അതിന് ബാധ്യസ്ഥനായിരിക്കും. ഞങ്ങൾ വന്നത് സർവീസ് ചെയ്യുന്നതായിരിക്കുന്ന ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിക്കാതായാൽ, അതായത് കാലപ്പഴക്കം ഇല്ലാതെ പ്രവർത്തിക്കാതായാൽ ഈ AMC കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യാം? കമ്പനിയെ നേരിട്ട് വിളിച്ചു വരുത്തി മെയിൻ്റനൻസ് വർക്കുകളും ഇനി അത് ശരിയാവുന്നില്ലെങ്കിൽ പകരം പുതിയൊന്ന് വാങ്ങാനും ഇടയുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആണ് കേട്ടോ. അപ്പൊ AMC എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, then എട്ടാമത്തെ പോയിന്റ്, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവാർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipment and vehicles and modernization of hospital. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് എട്ടാമത്തതാണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് പുരോഗതിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ് ഉപകരണങ്ങളുടെയും വാഹനങ്ങളുടെയും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ ഒന്ന് മോഡേൺ ചെയ്യാനായിട്ട്, അതായത് ഹോസ്പിറ്റലിനെ ഒന്ന് പുതിയ രീതിയിൽ മോഡേണൈസ് ചെയ്യുക, ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് മീനിങ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫർണിച്ചർ മറ്റുമൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ ഫർണിച്ചറുകളൊക്കെ മേടിച്ച് ഹോസ്പിറ്റലിൽ ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റുകളുടെയും അവിടെയുള്ള വാഹനങ്ങളുടെയും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഒന്ന് മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ക്വാളിറ്റി മാനേജർ. നെക്സ്റ്റ് വൺ, 9th പോയിന്റ് ആണ്, ടു ഇൻസ്റ്റാൾ ആൻഡ് വിർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളായാലും പേഷ്യൻസിനായാലും ഗ്രീവൻസർ റിഡ്രസൽ സിസ്റ്റം വിർച്വൽ, അതായത് നമുക്ക് ഓൺലൈനായിട്ട് ആളുകളുടെ പരാതി കേൾക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതും ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, 10th പോയിന്റ്, സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ. ഓക്കെ, സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS എന്താണ്? MIS മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് അല്ലെ. മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് എന്ത്? MIS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് MIS എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലൂടെ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ റെക്കോർഡൊക്കെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് വെക്കുന്നത് ഈ ഒരു MIS-ലൂടെയാണ് കേട്ടോ, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ അതൊന്ന് ഫുൾ ഫോം എഴുതി വെച്ചോളൂ കേട്ടോ. MIS മീൻസ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ സകലമായ റെക്കോർഡും കളക്ട് ചെയ്ത് വെക്കും.
then അടുത്തത് KPA. എന്താണ് KPA? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടോ? KPI പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ടീച്ചർമാർ എടുത്തായിരുന്നോ? KPIയുടെ നോട്ട് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. KPI ഫുൾ ഫോം എഴുതി വെക്കുക. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതിന്റെ നോട്ട് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. It means measurable values that show how 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 well a hospital department or staff is achieving important goals. ഓക്കെ, ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അതായത് ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലാസ്റ്റ് പറയണം. അച്ചീവിങ് ഇമ്പോർട്ടന്റ് ഗോൾസ് ലക്ഷ്യങ്ങള് GOALS. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തില് ചെയ്യുന്ന പ്രവർത്തനങ്ങള് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലിനെയാണ് എന്ത് പറയുന്നത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മെഷറിംഗ് ടൂളാണ്. ഒരു സ്ഥാപനം എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന, അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലാണെന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലുള്ള MIS-നെയും KPI-നെയും ശക്തിപ്പെടുത്തുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. It means measurable values that show how well a hospital department or staff is achieving important goals. Okay. Then 11th point നോക്കിക്കോളൂ. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റി. അതായത് ആ സ്ഥാപനത്തിന്റെ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. പരസ്പര സഹകരണങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. Then 12th point, ensure the employee education and quality standards. അതായത് അവിടെ വരുന്ന എംപ്ലോയീസ്, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യിക്കുന്നു. ഓക്കെ,
അതായത് ആ സ്റ്റാഫുകൾക്കുള്ള എന്താ പറയുക എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പല കാര്യങ്ങളിലും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ലാസ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. അതായത് ഹോസ്പിറ്റലുകളിൽ പല പല കമ്മിറ്റികൾ ഉണ്ട്, ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളുണ്ട് അല്ലെ. ആ കമ്മിറ്റികള് എന്താ പറയാ റെസ്പോൺസിബിൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ആ കമ്മിറ്റികൾ രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും പോയിന്റ്സ്? ഓക്കെ, അടുത്തത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ആണ് AMC, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഓക്കെ, അടുത്തത് നോക്കിയേ നിങ്ങള്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇസ് എ പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് patient contentment and enhancing quality standards across the hospital of our country. ഓക്കെ, അതായത് രോഗിയുടെ ഹാപ്പിനെസ്സും അവരുടെ ട്രസ്റ്റും വർദ്ധിപ്പിക്കുന്നതിനും ആശുപത്രിയിലെ ക്വാളിറ്റി ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള പ്രോസസ്സിനെയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ ഹാപ്പിനെസ് അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ ട്രസ്റ്റ്, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആശുപത്രിയുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും ഉയർത്തിപ്പിടിക്കുന്നതിനുമായിട്ടാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്ത് ഉടനീളമുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് താഴെ നോക്കാം കേട്ടോ. ഇനി നിങ്ങൾ താഴെ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചോ, ഒരു പിക്ചർ കണ്ടായിരുന്നോ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണുള്ളത്. ടോപ്പിൽ നിന്ന് തുടങ്ങി ബോട്ടം വരെയാണ്. അതായത് ഓരോ ആളുകളും ഇതിനകത്ത് ഓരോ പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ആദ്യം വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതാണ് ടോപ്പ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, ബോർഡ് അംഗങ്ങൾ. ഇനി അവർക്ക് കീഴെയായിട്ടാണ് CEO വരുന്നത്. അവരുടെ അണ്ടറിലായിട്ട് CEO വരും. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അണ്ടറിലായിട്ട് വരുന്ന മറ്റൊരു വ്യക്തിയാണ് മെഡിക്കൽ സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ. ഓക്കെ, അതുപോലെ തന്നെ സിഇഒയുടെയും അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടിന്റെയും അണ്ടറിലായിട്ടാണ് ക്വാളിറ്റി മാനേജർ വരുന്നത്. ക്വാളിറ്റി മാനേജറിൽ അണ്ടറിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ വരുന്നു. അസിസ്റ്റന്റ് മാനേജറുടെ ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് വരുന്നു. അദ്ദേഹത്തിന് കീഴിലായിട്ട് ക്വാളിറ്റി കോർഡിനേറ്റർ വരുന്നു. ക്വാളിറ്റി അസിസ്റ്റന്റ് വരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ അണ്ടറിലായിട്ട് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ വരുന്നു. ഇതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ പറയാം, ഇമ്പോർട്ടന്റ് ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്തത് ഈ ഒരു പേജ് നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്യൂ. 2 മിനിറ്റ് സമയം തരാം. റീഡ് ചെയ്തിട്ട് ഒന്ന് തമ്പ് ചെയ്യണേ.
ഓക്കെ, കഴിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം അക്രഡിറ്റേഷൻ. Accreditation refers to public recognition. For a hospital to be accredited, it is done through an independent external evaluation of that organization level of performance in connection with the standard. Accreditation is non-compulsory. It is an ongoing or continuous process. അതായത് ഒരു ആശുപത്രി ഇന്റർനാഷണൽ നാഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നു എന്ന് ഒരു ഓർഗനൈസേഷൻ ഏജൻസി പരിശോധിച്ച് അംഗീകരിക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് കേട്ടോ, ഒരു പൊതു അംഗീകാരം കിട്ടുക. ഓക്കെ, പദവി ശരിയാണ്. അതായത് മറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ഒരു പൊതു, അതായത് ഒരു പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടുക എന്നുള്ളതാണ് അക്രഡിറ്റേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അത് പുറത്തു നിന്ന് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് എക്സ്റ്റേണൽ ഇവാലുവേഷൻ നടത്തണം. അതായത് ആശുപത്രിയിലെ കുറെ കാര്യങ്ങൾ പരിശോധിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് കുറെ കാര്യങ്ങൾ ഇവാലുവേഷൻ നടത്തി അത് സക്സസ് ആയാൽ അല്ലെങ്കിൽ അവര് പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അപ്പോഴാണ് ഒരു ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുക, അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? എപ്പോഴാ? അതായത് പുറത്തുനിന്ന് ഒരു ഏജൻസി, ഒരു ഓർഗനൈസേഷന്റെ ആളുകളോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റലിന്റെ നിരന്തരമായിട്ടുള്ള, അതായത് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ടാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നോൺ കമ്പൽസറി ആണ്. അതായത് എല്ലാ സ്ഥാപനങ്ങൾക്കും അക്രഡിറ്റേഷൻ കിട്ടുമെന്ന് നിർബന്ധമില്ല. എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കിട്ടുക സ്ഥാപനങ്ങൾക്ക്? എല്ലാ ഹോസ്പിറ്റലുകൾക്കും അക്രഡിറ്റേഷൻ കിട്ടുമോ? എല്ലാ ഹോസ്പിറ്റലിലും കിട്ടുമോ അക്രഡിറ്റേഷൻ? ഇല്ല അല്ലെ? അതായത് അവര് പറയുന്ന മാനദണ്ഡങ്ങൾ നോക്കാം, അവര് പറയുന്ന ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇത് കമ്പൽസറി അല്ല. അക്രഡിറ്റേഷൻ കിട്ടിയാൽ കുറച്ച് നല്ലതാണ്. അപ്പൊ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. അക്രഡിറ്റേഷൻ കിട്ടിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ്. പേഷ്യന്റിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? അക്രഡിറ്റേഷൻ ഒരു സ്ഥാപനത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പേഷ്യന്റ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. അതായത് അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് അവിടെയുള്ള പേഷ്യൻസിനാണ്. രണ്ടാമത്തെ പോയിന്റ്, അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം, അതായത് ആ ഹോസ്പിറ്റല് ഹൈ ക്വാളിറ്റി ഓഫ് കെയറും അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ ആണ് രോഗികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഉള്ള കെയർ ആയിരിക്കും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പേഷ്യന്റ് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി ആണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവർക്കാണ് കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. ഒരു നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, ഏറ്റവും നല്ല കെയർ ആയിരിക്കും അവർ തരാനായിട്ട് പോകുന്നത്. കാരണം ഇത് നിരന്തരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് വിചാരിക്കുക, അത് എല്ലാ കാലത്തേക്കും ആയിരിക്കും അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഒരിക്കലും അല്ല. ആണോ? എല്ലാ കാലത്തേക്കും ആണോ കൊടുക്കുന്നേ? ആണോ? അല്ല, അവരിടയ്ക്കിടയ്ക്ക് വന്ന് ഇവാലുവേറ്റ് ചെയ്യും. കഴിഞ്ഞ വർഷം അക്രഡിറ്റേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക, അവർ ഈ വർഷം വരും, എന്നിട്ട് നോക്കും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണോ. അങ്ങനെ അക്രഡിറ്റേഷന്റെ ലെവൽ ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ, അതായത് മറ്റു ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കും. ഓക്കെ, then മൂന്നാമത്തെ പോയിന്റ്, the patients are the serviced by credentialed medical staff. Credential means experienced, skilled, qualified. Okay, അതായത് ഈ അക്രഡിറ്റഡ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകളിൽ
പരിശീലനം നേടിയിട്ടുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും പേഷ്യന്റിനെ സെർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് അക്രഡിറ്റഡ് ഹോസ്പിറ്റലുകളിൽ തെരഞ്ഞെടുക്കുന്നത്. അവരാണ് പേഷ്യന്റിന് സർവീസ് കൊടുക്കുന്നത്. നാലാമത്തെ പോയിന്റ്, റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതുപോലെ തന്നെ രോഗിയുടെ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നു. പേഷ്യന്റിന് റൈറ്റ് ഉണ്ട്. ഓക്കെ, ചില സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അതായത് ബോർഡ് വെച്ചിട്ടുണ്ടാവും, അവിടെ സർട്ടിഫിക്കറ്റ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവും, അതായത് ഹാങ് ചെയ്തിട്ടുണ്ടാവും ചുമരുമേലൊക്കെ. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പോ അവിടെ പേഷ്യന്റിന് റൈറ്റ്, അതായത് പേഷ്യന്റിന് കൂടുതലായിട്ട് അവിടെ അവകാശങ്ങൾ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനും അതുപോലെ തന്നെ അത് ഉറപ്പ് നൽകാനും പറ്റും. ഓക്കെ, then last point, patient satisfaction is frequently evaluated. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആ ഹോസ്പിറ്റലിൽ നിരന്തരം ഇവാലുവേറ്റ് ചെയ്യും. പേഷ്യന്റ് എന്തെങ്കിലും കംപ്ലൈന്റുകളോ മറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അക്രഡിറ്റേഷൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനമാണെങ്കിൽ പേഷ്യന്റ് സന്തോഷം അല്ലെങ്കിൽ അവരുടെ സംതൃപ്തി നിരന്തരം എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷനില് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ ഗുണങ്ങളാണ് അക്രഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്നത് നോക്കാം. Accreditation to a healthcare organization invigorates continuous improvement. അതായത് അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന് കിട്ടിക്കഴിഞ്ഞാല് നിരന്തരമായിട്ട് ആ ഹോസ്പിറ്റല് ഇംപ്രൂവ്മെന്റിലേക്കാണ് പോകുന്നത്. ഒരിക്കലും അവര് ഡിക്രീസ് ചെയ്യപ്പെടില്ല. അതായത് അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനമാണെങ്കിൽ അവരുടെ ക്വാളിറ്റി എപ്പോഴും നിരന്തരം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും താഴ്ത്തോട്ട് വരില്ല. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്തിവിടെ പറയുന്നത്, അതായത് മികച്ച രീതിയിലുള്ള ഒരു ഔട്ട്കം കിട്ടുന്നുണ്ട്. അതായത് പേഷ്യന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവരെ നല്ല രീതിയിൽ ചികിത്സിച്ച് അവർക്ക് നല്ലൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ആര്? ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. ഓക്കെ, എന്താണ്? അതായത് പേഷ്യന്റ് നല്ല രീതിയിൽ, അതായത് ഒരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുകയും രോഗിക്ക് വേണ്ട വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ സ്ഥാപനം കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുവഴി ക്ലിനിക്കൽ ഔട്ട്കംസ് അത് 100% ആവുകയും ചെയ്യുന്നു. അതായത് അവിടെ വന്നു പോകുന്ന രോഗികളുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്, ഓരോ രോഗികളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്നായിരിക്കും പറയുക. ആ ഒരു രീതിയിൽ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാവും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് റേസസ് കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ യോഗ്യതയുള്ള, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എബിലിറ്റി ഉള്ള ഒരു മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന സേവനങ്ങൾ സമൂഹത്തിന്റെ, കമ്മ്യൂണിറ്റിയുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു ആൾക്ക് പെട്ടെന്ന് ഒരു പരിക്ക് പറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലായിരിക്കും, അതായത് ആദ്യം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് റെഫർ ചെയ്യുമായിരിക്കും ഉണ്ടാവുക, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ. അപ്പൊ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരിക്കും ചിലപ്പോൾ അവിടുത്തെ ഡോക്ടറെ റെഫർ ചെയ്യുന്നത്. അപ്പൊ അക്രഡിറ്റഡ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ കുറച്ചുകൂടി ക്വാളിഫൈഡ് ആയിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പൊ അവിടെയുള്ള ഇതിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതുവഴി നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച്മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഇതൊരു അവസരം നൽകുവാണ്. ഹെൽത്ത് കെയർ യൂണിറ്റ് ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ബെഞ്ച്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
Okay, then an accreditation status also provides a marketing advantage in competitive healthcare. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റലുകൾ തമ്മിൽ പരസ്പരം ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അല്ലെ? കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ തമ്മില് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ? ഇല്ലേ? കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അല്ലെ? വ്യക്തികൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉള്ളതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്കിടയിൽ എന്തുണ്ട്? കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ്, അതായത് എന്താ പറയാ, നമ്മുടെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചുകൂടി, അതായത് ചില സ്ഥാപനങ്ങൾ പരസ്യങ്ങളൊക്കെ പറയുമ്പോൾ അക്രഡിറ്റഡ് സ്ഥാപനമാണെന്നൊക്കെ പറയും. അത് അവരുടെ ആ ഒരു എന്താ പറയാ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ സ്ഥാപനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്കിടയിൽ പരസ്പരം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാനും കുറച്ചുകൂടി നല്ല രീതിയിൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനും അക്രഡിറ്റേഷൻ സഹായിക്കുന്നു. Okay, then next one, the HCA standards having been certified by ISQ provides an international recognition which will also help to encourage medical tourism. അതായത് ISQ സാക്ഷ്യപ്പെടുത്തിയ HCO മാനദണ്ഡങ്ങൾ ഒരു അന്താരാഷ്ട്ര അംഗീകാരം നൽകുന്നു. ഇത് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് അക്രഡിറ്റഡ് സ്ഥാപനമാണെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരും. ഇപ്പൊ വിദേശികള്, നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അറബികളെ കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അറബികളെ? അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യത്തു നിന്നുള്ള ആളുകളെ ആരെയും കണ്ടിട്ടില്ല? യെസ്, കണ്ടിട്ടുണ്ടല്ലേ? ദാറ്റ് മീൻസ് മെഡിക്കൽ ടൂറിസം. അതായത് ഇവിടെയുള്ള ആളുകളെക്കാൾ ഉപരി അവിടെ നിന്ന്, അതായത് പുറത്തുനിന്ന് ആളുകൾ വരികയും ഇവിടെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നു. ഇതാണ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. അതായത് അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടായിരിക്കും വരുന്നത്. അതായത് ഈ സ്ഥാപനം അക്രഡിറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നൊക്കെ അന്വേഷിച്ചിട്ടായിരിക്കും ഇവര് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ISQയുടെ ഇത് പറഞ്ഞു തരാം. Last point നമുക്ക് നോക്കാം. In the end, accreditation provides an objective system of empowerment of the insurance and other third parties. അതുപോലെ തന്നെ ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇവയൊക്കെ കുറച്ചും കൂടി അവരുടെയൊക്കെ കോർഡിനേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ സഹായിക്കും. അക്രഡിറ്റഡ് ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക്, ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അക്രഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, ISQയുടെ ഫുൾ ഫോം എന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. International Society for Quality in Healthcare. International Society for Quality in Healthcare. അതായത് നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ രാജ്യത്തുള്ള അക്രഡിറ്റഡ് സ്ഥാപനമായ NAB ISQയില് അംഗമാണ്, മെമ്പറാണ്. ഓക്കെ, അപ്പൊ ആ സ്ഥാപനം കൊടുക്കുന്ന ചില എന്താ പറയാ ഇന്റർനാഷണൽ അംഗീകാരങ്ങളുണ്ട്. അതായത് ഓരോ രാജ്യത്തുള്ള ഓരോ എന്താ പറയാ ഏജൻസികൾക്കും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ISQ കൊടുക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. NABനെ കുറിച്ച് പഠിക്കും, NABS, NABL കുറിച്ച് പഠിക്കും. പിന്നെ കുറേയധികം സംഘടനകളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. HCO means healthcare organization, hospital കേട്ടോ. HCO എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. That means hospital.
ഓക്കെ അല്ലേ? അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Okay, miss. Okay, thank you, miss. Thank you. Okay, thank you, miss. Thank you.